മുനമ്പം വിഷയത്തിലെ ഭിന്നതയ്ക്കിടെ മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരും. 9 മണിക്ക് ഭാരവാഹി യോഗവും 10 മണിക്ക് പ്രവർത്തക സമിതി യോഗവും നടക്കും. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയിൽ പാർട്ടിയിൽ വലിയ അതൃപ്തിയുണ്ട്. വി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും KM ഷാജി, ET മുഹമ്മദ് ബഷീർ എന്നിവർ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ലീഗിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതും. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ മുനമ്പം വിഷയം, അതിൽ ഭിന്നാഭിപ്രായങ്ങൾ, പ്രതിസന്ധി, ഇതിനിടയിൽ ലീഗ് നേതൃയോഗം ചേർന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ഭൂമി ആരുടേതാണെന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ലീഗിന്റെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ അപ്പോഴും ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ച് ഒരു വ്യക്തമായ നിലപാട് ലീഗ് മുന്നോട്ട് വെക്കുന്നുമില്ല. പക്ഷേ അതിനിടയിലാണ് ഭൂമി സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വഖഫിന്റേതല്ല ഭൂമി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ വഖഫ് ഭൂമി അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് UDF ആലോചിക്കാതെയാണ് എന്നുള്ളതാണ് പ്രധാനമായും നേതാക്കൾ കുറ്റപ്പെടുന്നത്. ഒപ്പം തന്നെ KM ഷാജിയോ അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ നിലപാടിന്റെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. നേരത്തെ MK മുനീറും പറഞ്ഞത് തങ്ങളുമായി അത്തരം കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് പറയുന്നത് പറയേണ്ടവരോടൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് ഇത്തരമൊരു നിലപാട് താൻ പറയുന്നത്. താൻ ഒറ്റക്കെടുക്കുന്ന നിലപാടല്ലാതെ കൂടിയാലോചിച്ച് തന്നെയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷേ UDF എന്ന തരത്തിൽ അത്തരമൊരു ചർച്ച നടന്നതായി ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ സ്ഥിരീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. പലപ്പോഴും ലീഗുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് നിലപാടുകൾ പറയുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇത്തരം നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടക്കണം. ഒപ്പം തന്നെ മുനമ്പം വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കണം. ഇക്കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ലീഗിന്റെ നിലപാടെന്ന് UDF അറിയിക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യമായി നിൽക്കുന്നത്. ഒപ്പം തന്നെ സമസ്തയിലെ നേതാക്കൾ തമ്മിലുള്ള സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭിന്നത, ഇപ്പോഴും സമസ്തയിൽ ലീഗ് വിരുദ്ധരുണ്ട്. അവരെടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഭവിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഒരു കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കമുണ്ടാകണം. മുഷാവറ യോഗത്തിൽ പോലും തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ലീഗിന്റെ 2 യോഗങ്ങൾ ഇന്ന് പ്രധാനമായി കോഴിക്കോട് ചേരുന്നത്.